ഇടയ്ക്കിടയ്ക്ക് ചായ വാങ്ങിച്ചു കുടിക്കുന്ന ആൾക്കാരില്ലേ, ഇടയ്ക്കിടയ്ക്ക് കാപ്പി, അങ്ങനെ ഉണ്ടായാൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ക്രിയേറ്റ് മോർ ആസിഡ് റിലേറ്റഡ് സിംറ്റംസ്. എസ്പെഷ്യലി പയറുവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങൾക്കും ഗ്യാസ് പ്രൊട്ടക്ഷൻ കൂടുതലാണ്. കാര്യം അതിനകത്ത് സ്റ്റിക്കിയോസ് ആൻഡ് റുഫിനോസ് എന്ന് പറഞ്ഞ 2 ഷുഗർ ഉണ്ട്. ആ ഷുഗർ ബാക്ടീരിയക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോഡക്റ്റ് ഗ്യാസ് ഉണ്ടാക്കാൻ. ഫങ്ഷണൽ ഇറ്ററേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ജോലിനെ തടസ്സപ്പെടുത്തുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വന്നാൽ യു ഹാവ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചിലപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആണെങ്കിൽ അത് ഡോക്ടർ അനലൈസ് ചെയ്യാതെ പറയാൻ പറ്റില്ല. ഒരു സാധനം പെർസിസ്റ്റീവാണ്, അത് മാറുന്നില്ല. കഴിച്ചിട്ടും അല്ലെങ്കിൽ ഒരു 48 hours 62 hours ഇറ്റ് ഇസ്, പിന്നെ അത് പ്രോഗ്രസിങ് ടു പെയിൻ, അതായത് ആ ബ്ലോട്ടിങ് മാറി വേദനയിലേക്ക് അത് പ്രോഗ്രസ് ചെയ്യുവാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കണം. ഗ്യാസ് കൊണ്ട് ഒരു കുട്ടി കരയില്ല, ഗ്രൈപ്പിംഗ് പെയിൻ വരും, മോട്ടിലിറ്റി ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഈ മൂവ്മെന്റ് അന്ന് റെഗുലറായിട്ട് നടക്കുന്ന കണ്ടില്ലേ. സപ്പോസ് ഈ ഒരു സെഗ്മെന്റ് അങ്ങോട്ട് കോച്ച് പിടിച്ചെന്ന് വെച്ചു, സ്പാസം വരും. സ്പാസം വന്ന പെയിൻ വരും. പെയിൻ വരുമ്പോഴാണ് പലപ്പോഴും കുട്ടി കരയുക. നമസ്കാരം, ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ ബുദ്ധിമുട്ടുന്ന കുറച്ച് വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പമുള്ളത് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സുനിലാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഗ്യാസ് ഇഷ്യൂസ്. കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ശരിക്കും എന്താണ് ഗ്യാസ് ഇഷ്യൂസ്? ഗ്യാസ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു രോഗി പറയുന്നത് പല സിംറ്റംസിനെ ആയിരിക്കും. അതിനകത്ത് ആദ്യം ഞാൻ ഗ്യാസ് എന്താന്ന് പറയാം. നമ്മളുടെ ശരീരത്തിൽ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു മോഡൽ കണ്ടത്, ഇതൊരു ട്യൂബാണ്. ആക്ച്വലി ഇങ്ങനെ 6 മീറ്ററോളം നീളമുള്ള വളഞ്ഞ് കിടക്കുന്ന ഒരു ട്യൂബാണ്. അപ്പോൾ ഇതിന് ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടാണിത്. അപ്പോൾ ഇതിനകത്ത് ആ ട്യൂബ് ആയതുകൊണ്ട് അതിനകത്ത് കുറച്ച് ഗ്യാസ് ഉൾക്കൊള്ളാൻ സാധിക്കും. ഗ്യാസ് എന്ന് പറയുന്നത് എയർ ആണല്ലോ, എയർ ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷെ എയർ വരണം എന്നുണ്ടെങ്കിൽ 2 രീതിയിലേ വരുള്ളൂ. ഒന്ന്, നമ്മൾ സ്വോളോ ചെയ്യണം, നമ്മൾ അങ്ങോട്ട് വിഴുങ്ങുന്ന എയർ. 2, ഇതിൽ നിന്ന് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന എയർ. ബാക്ടീരിയ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, ഉദാഹരണം കിഴങ്ങോ കുറച്ച് പയറോ, അതിൽ നിന്നൊക്കെ നമുക്ക് ഉൽപാദനം കൊണ്ട് കുറച്ച് എയർ വരും. അപ്പോൾ ഈ എയറിനെയാണ് പൊതുവെ ഗ്യാസ് എന്ന് മെഡിക്കൽ ടെർമിനോളജിയിൽ ഇൻഡസ്ട്രിയൽ ഗ്യാസ് എന്ന് പറയുള്ളൂ. അത് ഉദ്ദേശം ഒരു 50 മില്ലി തൊട്ട് 100 മില്ലി വരെയും ഉണ്ടാവും, അതിൽ കൂടുതലുണ്ടാവില്ല അത്. അപ്പോൾ ആൾക്കാർ പക്ഷേ ഗ്യാസ് എന്ന് പറയുന്ന പല സിംറ്റംസിനെയാണ്. ആ സിംറ്റംസ് എന്താണെന്ന് അനലൈസ് ചെയ്തിട്ടേ അത് ഒറിജിനൽ ഗ്യാസ് ആണോ ഗ്യാസിനെ മിമിക് ചെയ്യുന്ന സിംറ്റംസ് ആണോ എന്ന് ഞങ്ങൾ പറയാറുള്ളൂ. അപ്പോൾ ഒരു ഗ്യാസ് എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് ഒരു രോഗി ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണാൻ വരുമ്പോൾ ആ സിംറ്റംസ് അനലൈസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളും ടെസ്റ്റിൻ്റെ ഒക്കെ ആവശ്യം വരും. ഫൈനലി ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ ഗ്യാസ് എന്ന് പറഞ്ഞ് വരുന്നത് ഇൻഡസ്റ്റൈൻ്റെ മോട്ടിലിറ്റി അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഡിസ്റ്റർബൻസിനെയാണ്. മോട്ടിലിറ്റി എന്ന് പറയുന്നത് ഇത് കണ്ടോ, കുടലിൻ്റെ ചലനമായി കാണുന്നത് വളരെ ഓർഡർലി ആയിട്ട് റെഗുലറായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ്. ഈ മോട്ടിലിറ്റി ഡിസ്റ്റർബ്ഡ് ആവുന്നതിനെ ആൾക്കാർ ഗ്യാസ് എന്നാണ് പറയാറുള്ളത്. കാര്യം അവർക്കൊരു ഫീലിംഗ് വരും, വയറിങ്ങനെ വീർത്ത് വരുന്നു, വയറ്റിൽ നിന്ന് ചിലപ്പോൾ സൗണ്ടൊക്കെ കേൾക്കണു. അപ്പോൾ അതിനെയും അവർ ഗ്യാസ് എന്നാണ് പറയണേ. വയറ്റിൽ അവിടെ ഇവിടെയൊക്കെ വേദന വന്നാലും കൊളുത്തി പിടിച്ചാലും അതിനെ ഗ്യാസ് എന്ന് പറയും. ഇനി അതിൻ്റെ മസ്കുലർ പെയിൻ ഷോൾഡറിലോ ബാക്കിലോ വല്ലയിടത്തൊക്കെ ഫീൽ ചെയ്താലും അതിനെ അവർ ഗ്യാസ് എന്ന് പറയും. ഇതെല്ലാം പാവം ഗ്യാസ് ഉണ്ടാക്കുന്നതല്ല. ഗ്യാസ് ഉണ്ടാക്കുന്ന സിംറ്റം ബ്ലോട്ടിങ്, കുറച്ച് ഏമ്പക്കം പ്ലസ് കുറച്ച് കീഴ്വായുമായിട്ട് പോവുക, ഇത്രേ ഗ്യാസ് ഉണ്ടാക്കാറുള്ളൂ. അപ്പൊ ഈ നമ്മൾ രാവിലെ എഴുന്നേക്കില്ലേ, അന്നേരം ഈ വയറിങ്ങനെ വീർത്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതും ഗ്യാസ് ആണോ? ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെന്റ് സ്ലോ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ബ്ലോട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് ഈ മൂവ്മെന്റ് ഇങ്ങനെ റെഗുലറായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനകത്തുള്ള കണ്ടന്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് ദഹിച്ച് മൂവ് ചെയ്ത് മലമായിട്ട് പുറത്തേക്ക് തള്ളിക്കളയുന്ന പ്രക്രിയയാണ് ഈ മൂവ്മെന്റ്. ആ മൂവ്മെന്റ് സ്ലോ ആയി കഴിഞ്ഞാൽ അതിൻ്റെ റെഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 മിനിറ്റിൽ ചിലപ്പോൾ 3 പ്രാവശ്യമായിരിക്കും. സ്ലോ ആയി കഴിയുമ്പോൾ
ആ ഫുഡോ അല്ലെങ്കിൽ കഴിക്കുന്ന സാധനങ്ങൾ അവിടെ തന്നെ നിൽക്കും, മുമ്പോട്ട് പോയില്ല. മുമ്പോട്ട് പോകാതെ വരുമ്പോൾ സ്റ്റാഗ്നേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ബ്ലോട്ട് ചെയ്യും. അപ്പോൾ ഇൻറ്റസ്റ്റൈൻ്റെ മോട്ടിലിറ്റി പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആവുന്ന ലക്ഷണമാണ് നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് വരുന്ന വഴിക്ക് തന്നെ ഈ ബ്ലോട്ടിങ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും നല്ല ഉറക്കം കിട്ടിയിട്ടില്ല, നല്ല സ്ട്രെസ് ഉണ്ട്, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സിംറ്റംസ് തുടങ്ങുക കേട്ടോ. ഡോക്ടർ, അപ്പോൾ ഇതിന് എന്ത് ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്? ഗ്യാസ് ആണ്, കറക്റ്റ് ഗ്യാസ് ആണെന്ന് കണ്ടുപിടിക്കാൻ? ഗ്യാസ് എന്ന് പറയുന്ന സിംറ്റം ഒരു പേഷ്യൻ്റ് നമ്മൾ പറയുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് പെയിൻ കമ്പോണൻ്റ് ഉണ്ടാവാറില്ല. പലപ്പോഴും വേദന അധികം അതിൻ്റെ ഭാഗമല്ല. രണ്ടാമത്തത്, നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടുതലാണ് ഗ്യാസ് കയറുക. അപ്പോൾ ആ ഒരു ചെറിയൊരു ബ്ലോട്ടിങ് അല്ലെങ്കിൽ ആ ഒരു ഏമ്പക്കം വരുന്നത് ഫുഡ് കഴിച്ചിട്ടായിരിക്കും, എംപ്റ്റി സ്റ്റൊമക്കിലല്ല. എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഏമ്പക്കം വിട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാസ് അല്ല. അതുപോലെ നമുക്ക് കീഴ്വായായിട്ട് പോകുന്നത് പൊതുവേ ഉണ്ടാകുന്നത് നമ്മൾ മോഷൻ പാസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. പക്ഷെ പിന്നെയും റെഗുലറായിട്ട് ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്ന അയാളുടെ ഫുഡിലെയോ ഡയറ്റിലെയോ എന്തെങ്കിലും കമ്പോണൻ്റ് ഉണ്ടാക്കുന്ന ഗ്യാസാണ്. കാര്യം ഇൻറ്റസ്റ്റൈൻ്റെ അകത്തുനിന്ന് കീഴ്വായായിട്ട് പോകുന്നത് ഫെർമെൻറ്റഡ് ഗ്യാസാണ്. ആ ഫെർമെൻറ്റഡ് ഗ്യാസ് പല സമയത്തും ചില ഫുഡ് പ്രോഡക്ട്സിൻ്റെ സബ്സ്ട്രേറ്റ്സിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. അപ്പോൾ മിക്കവാറും നമ്മൾ ഇങ്ങനത്തെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഗ്യാസ് ഉണ്ടാകുന്നത്? പലരും ആൾക്കാരും പറയും, അയ്യോ ഞാൻ കമ്പ്യൂട്ടർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ബോസ് എന്തെങ്കിലും ഫയർ ചെയ്യുമ്പോൾ അപ്പോഴേക്കും ബ്ലോട്ട് ചെയ്ത് തുടങ്ങും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പോകുമ്പോൾ. അപ്പോൾ ഗ്യാസിനെ ഞങ്ങൾ ഓരോന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കും വാട്ട് ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഹി ഡെവലപ്സ് എ ഗ്യാസ്. അതായത് ആ സിംറ്റം ഡെവലപ്പ് ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സ്ട്രെസ് സിറ്റുവേഷൻസ്, ഇഫ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഫുഡ്, ഇഫ് ഇറ്റ് ഇസ് റിലേറ്റഡ് സർട്ടൻ ഫുഡ്സ്. ഉദാഹരണം പാലെന്ന് പറയുന്ന സാധനം ലാക്ടോസ് ഉണ്ട് അതിനകത്ത്. അത് കഴിച്ചു കഴിയുമ്പോൾ ചിലവർക്ക് ബ്ലോട്ട് ചെയ്യും. ഇനി ഗ്ലൂട്ടൻ അലർജി ഉള്ളവരുണ്ട്, അതായത് ഗോതമ്പിൻ്റെ ഒരു കണ്ടൻ്റാണ് ഗ്ലൂട്ടൻ. അതിന് അലർജി ഉള്ളവർക്ക് ഗ്ലൂട്ടൻ കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പം ബ്ലോട്ട് ചെയ്യും. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വഴി അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ്. ഇപ്പോൾ പേഷ്യൻ്റ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് ഇത് പറയണമെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും സ്ട്രെസ് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നോക്കിയിട്ട് വരാൻ പറയും. എന്നിട്ടും ഗ്യാസ് കുറയുന്നില്ലെങ്കിൽ പിന്നെയാണ് ഇൻറ്റസ്റ്റൈനൽ ചെക്കപ്പ് തുടങ്ങുക. അപ്പോൾ ഡൈജസ്റ്റീവ് പ്രോസസ്സ് നോക്കണം, നമ്മൾ പോകുന്ന മലം പരിശോധിച്ച് നോക്കും, ഈസ് എ ഡൈജഷൻ പ്രോപ്പർ ഫോർ ഇൻ, എൻഡോസ്കോപ്പി നോക്കും. അതായത് എച്ച് പൈലോറി എന്ന് പറഞ്ഞ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട് സ്റ്റൊമക്കിനകത്ത്. അത് ചിലപ്പം ഇതേ ഒരു സിംറ്റം ഉണ്ടാക്കും. അപ്പോൾ അതുണ്ടോ എന്ന് നോക്കും. പിന്നെ ലാക്ടോസിന് ഇൻടോളറൻസ് ഉണ്ടോ എന്ന് നോക്കും, ഗ്ലൂട്ടന് സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് നോക്കും, ഫുഡ് അലർജീസ് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഒരു സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ഹാവ് ബി ഡൺ പേഷ്യൻ്റ് പറയുന്ന അനുസരിച്ച്. പേഷ്യൻ്റ് വളരെ വ്യക്തമായിട്ട് ഇൻ്റലിജൻറ്റ് പേഷ്യൻസ് വിൽ ഗിവ് യു എ വെരി ഗുഡ് ആൻസർ. ക്ലൂ ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. പല ആൾക്കാർക്കും അത്ര ഒരു നമുക്ക് നമ്മുടെ സിംറ്റം പ്രതിപാദിക്കാൻ സാധിക്കാത്തവരോട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കും ഈ ഗ്യാസ് ഉണ്ടെന്ന് അമ്മമാര് പറഞ്ഞിട്ട് കുഞ്ഞൊന്ന് കരയുമ്പോഴത്തേക്ക് മരുന്ന് കൊടുക്കുന്നതാണോ? അപ്പൊ അത് നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുക? ബേസിക്കലി അത് ഗ്യാസ് അല്ല കുട്ടി കരയുന്നത്. ഞാൻ പറഞ്ഞു ഗ്യാസ് കൊണ്ട് ഒരു കുട്ടി കരയില്ല. ഗ്രൈപ്പിംഗ് പെയിൻ വരും, മോട്ടിലിറ്റി ഡിസ്റ്റർബ്ഡ് ആയിട്ട്. ഈ മൂവ്മെന്റ് അന്ന് റെഗുലറായിട്ട് നടക്കുന്ന കണ്ടില്ലേ? സപ്പോസ് ഈ ഒരു സെഗ്മെന്റ് അങ്ങോട്ട് കോച്ച് പിടിച്ചെന്ന് വെച്ചു, സ്പാസം വരും. സ്പാസം വന്നാൽ പെയിൻ വരും. പെയിൻ വരുമ്പോഴാണ് പലപ്പോഴും കുട്ടി കരയുക. കുട്ടിക്ക് കരച്ചിൽ വരണമെങ്കിൽ ഒന്ന് ബ്ലോട്ട് ചെയ്തെന്ന് പറഞ്ഞ ഒരു കുട്ടിയും കരയില്ല. കരയുന്നത് ആ സെഗ്മെന്റ് സ്പാസത്തിലേക്ക് പോയിട്ട് കോളിക്ക് ഒരു പെയിൻ വന്നാൽ കരയും. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവും. അത് ഗ്യാസ് കെട്ടിയിട്ട് വരുന്ന റീസൺ അല്ലത്. അപ്പോൾ അതിനെ നമ്മൾ പലപ്പോഴും മരുന്ന് കൊടുക്കുന്ന ആ സ്പാസം റിലീവ് ചെയ്യാനാണ്. പഴയ ഗ്രൈപ്പ് വാട്ടർ എന്നൊക്കെ പറയുന്ന സാധനം ആ സ്പാസം കുറയ്ക്കാനായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടുമ്പുറത്താണെങ്കിലും ഗ്യാസിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിനീര് കുടിക്കുക, ജിഞ്ചിബെറി, അല്ലെങ്കിൽ നമ്മൾ തേന്, പിന്നെ ലൈം ടീ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റിനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. മോട്ടിലിറ്റി കൺട്രോൾ വന്നു കഴിയുമ്പോഴേക്കും അത് ഡിസപ്പിയർ ചെയ്യും ആ സിംറ്റം. അപ്പോൾ അവർ പറയും ഗ്യാസ് പോയെന്ന്. ആക്ച്വലി അത് ഗ്യാസ് അല്ല, അത് മനസ്സിലായോ? കുട്ടിക്കാണെങ്കിലും ഒരു കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നെവർ എ ഗ്യാസ് പ്രോബ്ലം. അപ്പോൾ ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ കാണണോ, അതോ നമ്മൾ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് എന്തെങ്കിലും മെഡിസിൻ വാങ്ങി കഴിച്ചാൽ മതിയോ? ഒരു ഹോം റെമഡി സാധാരണ രീതിയിലുള്ള ചെറിയ സിംറ്റംസിനെയൊക്കെ റിലീവ് ചെയ്തോളും. കാര്യം ഹോം റെമഡീസിനുള്ള ഗുണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇച്ചിരി ഒരു ചെറിയ ഗ്യാസ് പോലെ ഫീൽ ചെയ്തു, ബ്ലോട്ട് ചെയ്തു, ഇച്ചിരി ഇഞ്ചിനീര് കഴിച്ചു, ഒരു സിംറ്റം റിലീഫ് കിട്ടി, ഫൈൻ, കുഴപ്പമില്ല. നമ്മൾ ആ ഹോം റെമഡി ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടുന്ന ഒരു സാധനത്തിനെ വേണ്ടാതെ നമ്മൾ പറയാറില്ല. ഉടനെ തന്നെ ഡോക്ടറെ എടുക്കിട്ട് ഓടേണ്ട കാര്യമൊന്നുമില്ല.
ബട്ട് ഒരു സാധനം പെർസിസ്റ്റീവാണ്, അത് മാറുന്നില്ല. കഴിച്ചിട്ടും അല്ലെങ്കിൽ ഒരു 48 hours 62 hours ഇറ്റ് ഇസ് പിന്നെ അത് പ്രോഗ്രസിങ് ടു പെയിൻ. അതായത് ആ ബ്ലോട്ടിങ് മാറി വേദനയിലേക്ക് അത് പ്രോഗ്രസ് ചെയ്യുവാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കണം. പിന്നെ നമുക്ക് ഫങ്ഷണൽ ഡിറ്റീറിയേഷൻ ഫങ്ഷണൽ ഡിറ്റീറിയേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ജോലിനെ തടസ്സപ്പെടുത്തുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വന്നാൽ യു ഹാവ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചിലപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആണെങ്കിൽ അത് ഡോക്ടർ അനലൈസ് ചെയ്യാതെ പറയാൻ പറ്റില്ല. അപ്പോൾ ഫങ്ഷണലായിട്ട് നമുക്ക് പറ്റുന്നില്ല. 2 പെയിനിലേക്ക് പോകുന്നു. 3 ഈ ബ്ലോട്ടിങ്ങിൻ്റെ കൂടെ വേറെ സിംറ്റംസ് ലൈക്ക് ഡയറിയ, ഒരുപാട് വയറിളകി പോകുന്നു, അല്ലെങ്കിൽ വോമിറ്റിംഗ്, അല്ലെങ്കിൽ ഹെഡ് ഏക്ക്. സിംറ്റംസ് ഗ്യാസിൻ്റെ അപ്പുറത്തേക്ക് വരിക, വേറെ പല ശരീരഭാഗങ്ങളിലും സിംറ്റം കാണിക്കുക. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴും നമ്മൾ അനലൈസ് ചെയ്യണം ഒറിജിനലി നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന ഗ്യാസ് തന്നെയാണോ ഇതെന്നുള്ളത് കേട്ടോ. ഈ കുറച്ച് പേരൊക്കെ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അല്ലാത്ത ചില ഗുളികകളുണ്ട്, അതായത് ചിലതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തന്നെ എരിഞ്ഞ് പോകുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ഗ്യാസിന് വേണ്ടി അവർ തരുന്ന ഗുളികകൾ മിക്കവാറും ആൻറ്റാസിഡ് ആയിരിക്കും, ഡൈജീൻ, ജലൂസിൽ ഇങ്ങനെയുള്ള മരുന്നുകളായിരിക്കും. ഒരു ആസിഡ് റിലേറ്റഡ് പ്രോബ്ലം ആണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു റിലീഫ് കിട്ടും. കാര്യം കുറച്ച് പേര് ഈ ഗ്യാസ് എന്ന് പറയുന്നത് നെഞ്ചരിച്ചിലിനൊക്കെ ആയിരിക്കും, കുറച്ച് പേര് ചെറിയൊരു ബ്ലോട്ടിങ്ങിനൊക്കെ ആയിരിക്കും. അതിനകത്ത് ഒന്ന് ആസിഡ് സപ്രസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊരു റിലീഫ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 24-48 hours ഒന്നും ഒരു ഇഷ്യൂ അല്ല. അങ്ങനെ അപ്പോൾ തന്നെ മാറുന്നതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മാറാതെ നിൽക്കുന്ന ഒരു സാധനത്തിൻ്റെ പുറത്ത് ഇത് തന്നെ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ ചെക്കപ്പ് ചെയ്യണം എന്താണ് കാര്യം. ഇപ്പോൾ നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിന്, നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന ഒരു സിംറ്റം എത്ര സിംറ്റംസിൻ്റെ മിമിക്കിംഗ് ആണെന്നറിയാമോ? കാർഡിയക്, ഒരു നല്ലൊരു മൈനർ ഹാർട്ട് അറ്റാക്ക് വന്നാലും നെഞ്ചിരിയും. ഈ അന്നനാളത്തിലേക്ക് ഈ പറയുന്ന ആസിഡ് തേട്ട് കയറിയാലും നെഞ്ചിരിയും. നമുക്ക് ഒരു ന്യൂറോമസ്കുലർ പെയിൻസ് വന്നാലും ചിലപ്പോൾ എരിച്ചിൽ വരും ഇവിടെ. അപ്പോൾ നമ്മളത് ശരിക്കും അനലൈസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹാർട്ട് തന്നെയാണ്. എസ്പെഷ്യലി സിംറ്റം സെൻട്രൽ ചെസ്റ്റിൽ നിങ്ങൾ ഗ്യാസ് എന്നുള്ളൊരു ഫീലിംഗ് വന്നാൽ നമ്മൾ ഹാർട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം, ഉറപ്പാക്കണം. കാര്യം അന്നനാളത്തിലേക്ക് വരുന്ന എന്ത് ഗ്യാസ് സിംറ്റവും വലിയ കുഴപ്പക്കാരല്ല. പക്ഷേ ഹാർട്ടിനകത്തേക്കാണ് രക്തോട്ടം കുറഞ്ഞിട്ട് വരുന്ന നെഞ്ചരിച്ചിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹാവ് ടു ഇവാലുവേറ്റ് ഫർദർ. അപ്പോൾ അങ്ങനെ ഒരു ഓവർ ദ കൗണ്ടർ പോയി ഒരു മരുന്ന് വാങ്ങിച്ച് കഴിച്ച് അപ്പോൾ തന്നെ ഡിസപ്പിയർ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പെർസിസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഡോക്ടറെ കാണണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഈ വയറിൽ മാത്രമേ ഗ്യാസ് ഉണ്ടാവത്തുള്ളൂ എന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയും എനിക്ക് നടുവേദനയാണ്, തലവേദനയാണ്, നെഞ്ച് വിലങ്ങി പിടിക്കുന്നു. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? പല സമയത്തും ഗ്യാസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കുള്ളൊരു കോമൺ ടേം മിക്കവാറുള്ള എല്ലാ അസുഖത്തിനും ഗ്യാസ് എന്ന് പറയാറില്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ അത് അവർക്ക് അറിയില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിടിച്ചാലും ഗ്യാസ്, ഇവിടെ പിടിച്ചാലും ഗ്യാസ്, അത് ഒന്ന് ഞെക്കിക്ക് ഇവിടെ അന്നേരം ഒരു എമ്പക്കം വിടും. അത് കണ്ടീഷൻ റിഫ്ലെക്സ് ആണ്. പല സമയത്ത് അത് കണ്ടീഷൻഡാ. അവർ പറയും ഇവിടെ ഒന്ന് കൊട്ടിക്കുക, അപ്പോൾ കൊട്ടാൻ പറയും. അപ്പോൾ ഹസ്ബൻഡ് വന്നത് ഒരു കൊട്ട് കൊടുക്കുമ്പോൾ ഭാര്യ ഒരു എമ്പക്കം വിടും. അപ്പോൾ ഇതൊന്നും ഒറിജിനൽ അല്ല. ഇതൊക്കെ ഒരു സ്ട്രെസ് റിലേറ്റഡ്, അല്ലെങ്കിൽ ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന സംഭവം അതുണ്ട്. വേറെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മസ്കുലർ ഏക്സ്, പെയിൻസ്, ഇതിനെയൊക്കെ ഗ്യാസ് എന്ന് പറയുന്ന ഒരൊറ്റ ഒരു ലേബലിൻ്റെ അടിയിൽ കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് നമ്മളുടെ ഇഗ്നോറൻസ് ആണ്, നമ്മളുടെ നാട്ടുകാരുടെ ഇഗ്നോറൻസ് ആയിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ പറഞ്ഞു കേൾക്കുന്നത് ഗ്യാസ് കിട്ടി. ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ഗ്യാസ്. ഈ ഗ്യാസ് നമ്മൾ പറഞ്ഞു, അതുപോലൊരു ടൈമാണ് അസിഡിറ്റി. മിക്കവാറും എല്ലാവർക്കും എല്ലാം കാണും അസിഡിറ്റി. അച്ചാറ് കഴിച്ചുകൊണ്ടാണ്, നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടാണെന്നൊക്കെ. ഈ അസിഡിറ്റി എന്താണ്? ഇതുണ്ടോ, ഈ പടം നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫുഡ് പൈപ്പ്, ഇതാണ് സ്റ്റൊമക്ക്. ഈ സ്റ്റൊമക്കിനകത്താണ് ആസിഡ്. ഈ ആസിഡ് എന്ന് പറയുന്നത് ആക്ച്വലി ദൈവം നമുക്ക് തന്നേക്കുന്നത് ഫുഡ് കഴിക്കുന്നതിനകത്തുള്ള ബാക്ടീരിയ നശിക്കണം. 2, ചില ഫുഡ് ദഹിക്കണം, അതിന് ആസിഡ് വേണം. 3, ചില സാധനങ്ങൾ വലിച്ചെടുക്കാൻ, ഫോർ എക്സാമ്പിൾ അയൺ, കാൽസ്യം, കുറേ നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യണമെങ്കിൽ ആസിഡ് വേണം. കാരണം ആസിഡ് മീഡിയത്തിൽ അത് അബ്സോർബ്ഡ് ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റാണ് ആസിഡ്. പക്ഷെ ആസിഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് സ്റ്റൊമക്കിനകത്ത് വരുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, വെരി സ്ട്രോങ്. ആ ആസിഡ് അതിനെ തന്നെ പ്രതിരോധിക്കാൻ, അതായത് സ്റ്റൊമക്ക് അതിൽ ഡൈജസ്റ്റ് ചെയ്ത് പോവാതിരിക്കാനായിട്ട്, പിന്നെ സ്റ്റൊമക്കിൻ്റെ ഭിത്തിയിൽ നിന്ന് ഉൽപ്പാദനം വരുന്ന ആസിഡ് സ്റ്റൊമക്കിനെ തന്നെ വേണമെങ്കിൽ ഡൈജസ്റ്റ് ചെയ്ത് കളയും.
അതിന് സ്റ്റൊമക്കിന് ഇഷ്ടംപോലെ പ്രൊട്ടക്ഷൻ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ സ്റ്റൊമക്കിനകത്ത് ആസിഡ് വന്നാൽ സ്റ്റൊമക്കിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് അതിനകത്ത് തന്നെയുണ്ട്. പക്ഷെ ആ ആസിഡ് വേറെ എങ്ങോട്ടെങ്കിലും കയറിയ വ്യത്യാസം വരും. ഫുഡ് പൈപ്പിനകത്തേക്ക് കയറി അനാളത്തിനകത്തേക്ക് കയറി എരിഞ്ഞു തുടങ്ങും. മനസ്സിലായില്ലേ? അതുപോലെ ചെറുകുടലിനകത്തേക്ക് ഒരുപാട് ആസിഡ് വാഷ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം അൾസർ വരും അവിടെ. അപ്പോൾ ആസിഡ് എന്ന് പറയുന്ന സാധനം പലപ്പോഴും അന്നനാളം അല്ലെങ്കിൽ ഫുഡ് പൈപ്പിന്റെ മുകളിലേക്ക് കയറുന്ന ആ ഒരു സിംറ്റംസിനെയാണ് ആൾക്കാർ അസിഡിറ്റി ഉണ്ടെന്ന് ഈ പറയുന്നത്, നെഞ്ചിരിയും. അപ്പോൾ അതിന് ഒരു കാരണമുണ്ട്. കാര്യം ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് ആക്ച്വലി അടഞ്ഞിരിക്കേണ്ട വാൽവാണ്. ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സാധനം പോലും നമ്മളിപ്പോൾ ആഹാരം കഴിച്ച ശേഷം ശീർഷാസനത്തിൽ നിന്നാലും ഫുഡൊന്നും താഴോട്ട് വരില്ല. നാച്ചുറൽ അല്ലേ? നമ്മളിങ്ങനെ തലകുത്തിയൊക്കെ നിന്നിട്ടില്ലേ? എപ്പോഴെങ്കിലും ഫുഡ് വായിൽ വന്നിട്ടുണ്ടോ? പക്ഷെ നാട്ടില് പറയാറില്ലേ ഇത് മൂക്കിൽ കൂടെ പുറത്തു വരുമ്പോ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഈ വാൽവ് ലൂസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റിഫ്ലക്സ് നെഞ്ചരിച്ചില് കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ വാൽവ് നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പം ഇങ്ങനെ വേർട്ടിക്കലായിട്ടിരിക്കുന്ന ഒരാള് പതുക്കെ ഇങ്ങനെ ഒന്ന് ചരിയുമ്പോഴേക്കും ഈ വാൽവ് ലൂസാണെങ്കിൽ കുപ്പി ആയിരിക്കുന്ന പോലെ അത് പുറത്തേക്ക് ഒഴുകി വരും. അങ്ങനെ വരുമ്പോഴേക്കും അത് മുകളിലേക്ക് കയറും. മനസ്സിലായോ? അപ്പോൾ അതിനെ പറയുന്നതാണ് ഗാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്, GERD എന്ന് പറയുന്നത്. അതിന് ആൾക്കാർ പറയുന്ന ടേമാണ് അസിഡിറ്റി. അപ്പോൾ ചില ഫുഡ് കഴിക്കുമ്പോൾ, ചില എരിവ് തിന്നുമ്പോൾ ഇവിടെ ഓൾറെഡി ആസിഡ് ബേൺസ് ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് അങ്ങ് എരിയും. ഇപ്പോൾ എരിവ് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എരിയും. പുളി കഴിച്ചാൽ ഭയങ്കരമായിട്ട് എരിയും. അതിൻ്റെ കാരണം ഓൾറെഡി ദർ ഇസ് എ ഡാമേജ്. ഓൾറെഡി ആസിഡ് മുകളിലേക്ക് കയറിയിട്ട് ആ ലൈനിങ്ങിന് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഈസോഫാജൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ. അപ്പോൾ അത് ഇൻഫ്ലമേഷൻ്റെ ഗ്രേഡ് അനുസരിച്ച് ഞങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യും. അത് ചെറിയ ഗ്രേഡൊക്കെ മരുന്നുകൊണ്ട് തീരും. ഒരുപാട് ഗ്രേഡ് വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ വാൽവ് ടൈറ്റൻ ചെയ്യേണ്ടി വരും. അത് കീ ഹോൾ ചെയ്തിട്ട് ചെയ്യുന്നത്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി ചെയ്യും, എൻഡോസ്കോപ്പിക്കലിയും ചെയ്യും. ഗ്രേഡ് 1 and 2 ചെറിയ റിഫ്ലക്സ് ഉള്ളുവെങ്കിൽ എൻഡോസ്കോപ്പിക്കലിയും ടൈറ്റൻ ചെയ്യാൻ പറ്റും. പക്ഷെ വലിയ റിഫ്ലക്സ് ഒക്കെയാണ് ഇതിങ്ങനെ തുറന്ന് പാറ്റലസ് ആയിട്ടിരിക്കുന്ന ഒരുപാട് വലിയ വ്യാസമുള്ളൊരു ഒരു ഭാഗമായിട്ടാണ് കാണണമെങ്കിൽ അത് സർജിക്കലായിട്ട് ടൈറ്റൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ അസിഡിറ്റി ഉള്ളവരും ഈ ഗ്യാസ് ഉള്ളവരും എന്തൊക്കെ ഭക്ഷണമായിരിക്കും കഴിക്കേണ്ടത്? ആസിഡിറ്റി ഉള്ളവർ പൊതുവേ ഞങ്ങൾ എപ്പോഴും പറയുന്നത് ലോ വോളിയം ഡയറ്റ്, അധികം ഫാറ്റ് ഇല്ലാത്തത്, അധികം സ്പൈസ് ഇല്ലാത്തത്, കുറച്ച് ലോ വോളിയം ആയിട്ട് കഴിക്കുക. ലോ വോളിയം ആകുമ്പോൾ അധികം റിഫ്ലക്സ് ചെയ്യില്ല, മുകളിലേക്ക് കയറില്ല. ഇപ്പോൾ ലോ വോളിയം ഇപ്പോൾ 3 മീല് 4 മീലാക്കാം. ഇപ്പോൾ നമ്മൾ 3 മീലല്ലേ മെയിനായിട്ട് കഴിക്കുന്നത്, അപ്പോൾ 4 ആക്കിക്കും. അപ്പോൾ വോളിയം കുറയും. അപ്പോൾ അങ്ങനെ വോളിയം കുറച്ചിട്ടുള്ളൊരു ഫുഡ്, അധികം സ്പൈസ് ഇല്ലാത്ത ഫുഡ്, അധികം ഫാറ്റ് കണ്ടന്റ് ഇല്ലാത്ത ഫുഡ്. ഫാറ്റ് ഒരുപാട് നേരം നിൽക്കും, റിഫ്ലക്സ് ചെയ്യാനുള്ള സാധ്യത കൂടും. പിന്നെ ഈ പതഞ്ഞു പൊങ്ങുന്ന സാധനങ്ങൾ ലൈക്ക് വിനാഗിരി ആസിഡാ, 1% അസിറ്റിക് ആസിഡ് അല്ലേ അത്. പതഞ്ഞു പൊങ്ങുന്ന അതല്ല. സോഡ, കോക്ക്, സ്പ്രൈറ്റ്, ബിയർ, മനസ്സിലായില്ലേ? പെപ്സി, അതൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പതഞ്ഞ പോലെ ഇങ്ങനെ എഫർവസൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും. എക്സസ് കോഫി, എക്സസ് ടീ, കാര്യം ഈ വാൽവിനെ ലൂസ് ആക്കും, അത് ആസിഡിന്റെ അളവ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ ദർ ആർ സർട്ടൻ ഫുഡ്സ് വിച്ച് യു ഹാവ് ടു കൺട്രോൾ. പിന്നെ ഈ ഗ്യാസ് പ്രൊഡക്ഷന് കൂടുതലും ഈ കിഴുവായി ആയിട്ട് പോകുന്നവർക്ക് നമ്മൾ പറയും കിഴങ്ങ്, പയറ്, അങ്ങനെയുള്ള സാധനങ്ങൾ. കാര്യം അതിൻ്റെ തോടൊക്കെ ഫെർമെൻറ്റ് ചെയ്യും. എസ്പെഷ്യലി പയർവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങൾക്കും ഗ്യാസ് പ്രൊട്ടക്ഷൻ കൂടുതലാണ്. കാര്യം അതിനകത്ത് സ്റ്റിക്കിയോസ് ആൻഡ് റുഫിനോസ് എന്ന് പറഞ്ഞ 2 ഷുഗർ ഉണ്ട്. ആ ഷുഗർ ബാക്ടീരിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോഡക്റ്റ് ഗ്യാസ് ഉണ്ടാക്കാൻ. ഒരുപാട് ഗ്യാസ് പ്രൊഡക്ഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ്, പാലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ലാക്ടോസ് പോയി ഫെർമെൻറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് ഫുഡ് അവോയ്ഡൻസ് അതിനകത്ത് വരും. ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ഇതേപോലെ ഗ്യാസിന്റെ പ്രശ്നം അല്ലെങ്കിൽ ആസിഡിക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ അങ്ങനെ ഗ്യാസ് പ്രൊഡക്ഷൻ വരിക എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിൻ്റെ മൂവ്മെന്റ് ഡിസ്റ്റർബ്ഡ് ആവുന്നതിൻ്റെയാണ്. അല്ലാതെ അതിനകത്ത് ഗ്യാസ് ഉണ്ടാക്കാനായിട്ട് സാധനം എന്തെങ്കിലും വേണ്ടേ? നിങ്ങളൊന്ന് ഗ്യാസ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ചിലപ്പം വയറ് വീർത്ത് വരും. അല്ലാതെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ വയറ് ഒട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മൂവ്മെന്റ് മാറും. സംതിങ് കോൾഡ് ഹങ്കർ പാങ്സ്, അതൊക്കെ ഗ്യാസായിട്ട് ആൾക്കാർ പറയാറില്ലേ. അതായത് ആ വിശക്കുന്ന സമയത്ത് ഇൻഡസ്ട്രീൻ്റെ മോട്ടിലിറ്റി ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ആൾക്കാർ പറയും എനിക്കിത് ഗ്യാസ് കിട്ടിയെന്ന്. ആക്ച്വലി എംപ്റ്റി സ്റ്റൊമക്കിൽ വരുന്ന സമയത്ത് ഗ്യാസ് കിട്ടേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ പലരും രാവിലത്തെ ചായ കാപ്പിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഗ്യാസ് അസിഡിക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട്.
അപ്പം ഈ ചായയും കാപ്പിയൊക്കെ അത് കൂട്ടാൻ സഹായിക്കുന്നതാണോ? കുറച്ച് ആസിഡിറ്റി ഉണ്ടാക്കും കേട്ടോ. കുറച്ച് കഫൈൻ ആണെങ്കിലും ടാനിൻ ആണെങ്കിലും കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഒരു കാപ്പിയോ അല്ലെങ്കിൽ ഒരു ചായയോ ഒരു ദിവസം രാവിലെ പാലൊക്കെ ഉപയോഗിച്ച് അധികം കടുപ്പില്ലാതെല്ലാം കഴിക്കുന്നതിൽ വലിയ ആസിഡിറ്റി വരേണ്ട കാര്യമൊന്നുമില്ല. നത്തിങ് അങ്ങനെ ഭയങ്കര ഒരു നൊട്ടോറിയസ് ആയിട്ടുണ്ടാക്കുന്ന ആസിഡിറ്റി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ല അത് രണ്ടും. പക്ഷെ എക്സസ് ആയിട്ട് കഴിച്ചാലുണ്ടാവും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചായ വാങ്ങിച്ചു കുടിക്കുന്ന ആൾക്കാരില്ലേ, ഇടയ്ക്കിടയ്ക്ക് കാപ്പി അങ്ങനെ ഉണ്ടായാൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ക്രിയേറ്റ് മോർ ആസിഡ് റിലേറ്റഡ് സിംറ്റംസ്. നമ്മൾ അസിഡിക് പറഞ്ഞു, ഗ്യാസ് പറഞ്ഞു, അതുപോലെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. അത് പലർക്കും പുറത്ത് പറയാൻ ഭയങ്കര മടിയാണ്. അപ്പം ഇതുണ്ടെങ്കിൽ നേരെ പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് പറയും കോൺസ്റ്റിപ്പേഷൻ്റെ ഗുളിക കഴിക്കാൻ തരണം. അപ്പം അവർ കൊടുക്കും, കഴിക്കും. ശരിക്കും എന്തുകൊണ്ടായിരിക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത്? അതിനും ഈ കുടലിന് തന്നെ നോക്കിയാൽ മതി. ഇതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ മലദ്വാരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മലം സ്റ്റോർ ചെയ്യുന്ന ഇൻറ്റസ്റ്റൈനാണ്. ഇതിനൊരു മൂവ്മെൻ്റ് ഉണ്ട്, കണ്ടത്? ഈ മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് മലം പുറത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ മൂവ്മെൻറ്റ് സ്ലോ ആയാൽ സ്ലോ ട്രാൻസിറ്റ് കോൺസ്റ്റിപ്പേഷൻ വരും. ഇതിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡിലായാൽ ഡയറിയ വരും, സ്ലോ ആയാൽ കോൺസ്റ്റിപ്പേഷൻ വരും. ഇതിൻ്റെ ഘടകങ്ങൾ, ഇതിനകത്തുള്ള സാധനങ്ങൾ, അതിനകത്ത് ജലാംശം ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ വരും. ഇപ്പോൾ മലം ഡ്രൈ ആവുകയാണ്, ജലാംശം ഇല്ലെങ്കിൽ ഡ്രൈ ആയി തുടങ്ങിയാൽ കോൺസ്റ്റിപ്പേഷൻ വരും. കാര്യം മൂവ് ചെയ്യാൻ പാട് വരും. കഴിക്കുന്ന ഫുഡിനകത്ത് റെസിഡ്യൂ ഇല്ലെങ്കിൽ, നന്നായിട്ട് മീനും ഇറച്ചിയും മാത്രം തിന്നുന്ന ഒരാൾ, അയാൾ വെജിറ്റബിൾസ് കഴിക്കാറേ ഇല്ല, അത് ഡൈജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന റെസിഡ്യൂ എന്താ? ഭയങ്കര ചെറിയ പെല്ലറ്റ് റെസിഡ്യൂസ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഈ ഇൻറ്റസ്റ്റൈൻ അതിനെ തള്ളാൻ ബുദ്ധിമുട്ട് വരും, അന്നേരം കോൺസ്റ്റിപ്പേഷൻ വരും. അപ്പോൾ ഫൈബർ ഇല്ലെങ്കിൽ, ജലാംശം ഇല്ലെങ്കിൽ, ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് ജനിതകമായിട്ട് കുറയുന്നവർ, പിന്നെ തൈറോയിഡും ഡയബറ്റീസും ചിലപ്പോൾ ഉണ്ടാക്കും. തൈറോയിഡിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവർക്ക് ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന മുകളിൽ നിന്നാണ്. അപ്പോൾ തൈറോയിഡ്, ഈ ഹോർമോണൽ ഗ്രന്ഥികളുണ്ട്, പിറ്റ്യൂട്ടറി ഹോർമോൺസും ഗ്രന്ഥികളും തൈറോയിഡും, ഇതെല്ലാം ഒരു പരിധി വരെയും കുടലിൻ്റെ മോട്ടിലിറ്റി കൺട്രോൾ ചെയ്യുന്നതായതുകൊണ്ട് ഹോർമോൺസിൻ്റെ അളവ് കുറഞ്ഞാലും വരും. പ്രഗ്നൻസിയിൽ ചിലപ്പം വരും, അതും ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് വരുന്നതാണ്. അപ്പം അങ്ങനെ പല കാരണം കൊണ്ടും കോൺസ്റ്റിപ്പേഷൻ വരും. പൊതുവേ കോൺസ്റ്റിപ്പേഷൻ വരുന്നത് ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എത്ര ദിവസം ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാതിരിക്കുമ്പോൾ വേണം ഒരു ഡോക്ടറെ കാണാൻ? നമ്മൾ സാധാരണഗതിയിൽ ഒരു 1 to 2 days ഒന്നും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഒരാൾക്ക് once in a week പോകുന്നുള്ളൂ. പിന്നെ റീസെൻ്റ് ഓൺസെറ്റ് ആണ്, അയാൾക്ക് നേരത്തെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈയിടെയായിട്ട് കംപ്ലൈൻറ്റ്, 2 ബ്ലഡ് കാണുന്നു പോകുമ്പോൾ, 3 വയറ് വേദന ഉണ്ടാവുന്നു, 4 വെയിറ്റ് ലോസ് വരുന്നു. അപ്പം ഇങ്ങനെയുള്ള അസോസിയേഷൻ അലോങ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ വന്നാൽ കാണിക്കണം. മനസ്സിലായോ? അന്നേരം ഡോക്ടറെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി കാണിക്കണം. ഈ കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ പലർക്കും ടെൻഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഉടനെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാൻ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ ടോയ്ലറ്റിലേക്ക് ഓടുന്നതാണ്. അത് എന്തുകൊണ്ടായിരിക്കും? അതിനാണ് IBS എന്ന് പറയുന്നത്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഇറിറ്റബിൾ ബവൽ എന്ന് പറയുന്നതും ഈ മോട്ടിലിറ്റിയുടെ വേറൊരു സ്പെക്ട്രമാണ്. മോട്ടിലിറ്റി വളരെ കുറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ, മോട്ടിലിറ്റി കൂടിയ ഡയറിയ. ഈ മോട്ടിലിറ്റി കൺട്രോൾ ബ്രെയിനാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിനിൻ്റെ ഡിസ്റ്റർബൻസ് വന്നു കഴിയുമ്പോൾ മോട്ടിലിറ്റി കുറയോ കൂടുകയോ ചെയ്യാം. കൂടുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരിക. അപ്പോൾ IBS 2 തരത്തിലും ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ്, ടെൻഷൻ വന്നാൽ വയറ്റിൽ നിന്ന് പോകാത്ത ആൾക്കാരും ഉണ്ട്, ടെൻഷൻ വരുമ്പോൾ എപ്പോഴും പോണ ആൾക്കാരും ഉണ്ട്. അപ്പോൾ 2 വേരിയൻസും ഉണ്ട് അവർക്ക്. പൊതുവേ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്റ്റൊമക്കിനകത്തേക്കാണ് ഫുഡ് ചെല്ലുന്നത്. അപ്പോൾ ഫുഡ് ചെല്ലുമ്പോൾ ഈ സ്റ്റൊമക്ക് മാത്രമേ ആക്ച്വലി മൂവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ അധികം മൂവ് ചെയ്യേണ്ട കാര്യമില്ല, കാര്യം അവിടെ നിന്ന് വളരെ ദൂരെ കിടക്കുന്ന സാധനമാണ്. പക്ഷേ ഈ സ്ട്രെസ്സ് വരുന്നവർക്ക് കൂടുതലായിട്ടുള്ള മോട്ടിലിറ്റി വരുമ്പോൾ ഇവിടുത്തെ മൂവ്മെൻറ്റ് അവിടം വരെ എത്തും. കാര്യം ഭയങ്കര ഫാസ്റ്റായിട്ട് അത് ട്രാവൽ ചെയ്യും. അതിനാണ് ഗ്യാസ്ട്രോ കോളിക് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അത് ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിനിൻ്റെ കൺട്രോളിൽ വരുന്നൊരു സാധനമാണ് ആ IBS എന്ന് പറയുന്ന സാധനം. ഈ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഈ പുക വലിക്കുന്നവർക്ക് രാവിലെ ഒരു സിഗരറ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല, അതുപോലെ ചായ കുടിക്കാതെ ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. അതും ഇതുകൊണ്ട് തന്നെ അത് മൂവ്മെന്റ് ഇൻഡ്യൂസ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്നത്. മറ്റേറ്റമാണ് തന്നെത്താനുള്ള ഇൻഡക്ഷനാണ് ഈ ടെൻഷൻ വരുമ്പോൾ വരുന്നത്. മറ്റത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുക, അതായത് കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കണതാണ്. ആ ഒരു ചായ കുടിച്ചാൽ മാത്രമേ ഇതിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങുള്ളൂ. ദാറ്റ് ഇസ് എ കണ്ടീഷൻഡ് റിഫ്ലക്സ്. അത് ഇൻറ്റസ്റ്റൈൻ അങ്ങനെ കണ്ടീഷൻ ചെയ്യാം, ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ മാത്രം പോകുന്ന രീതിയിൽ. അത് ഇറ്റ് ഇസ് കോൾഡ് എ കണ്ടീഷൻ റിഫ്ലക്സ്. അതായത് സെയിം സാധനത്തിൻ്റെ ഒരു കൺട്രോളുള്ള പ്രക്രിയ അത്. മറ്റത് അൺകൺട്രോൾഡ് പ്രക്രിയയാണ് ഈ ടെൻഷൻ വരുമ്പോൾ ഉടനെ പോകാൻ തോന്നുന്നത്.
ഈ ഫുഡ് കഴിച്ചാൽ നമുക്ക് അന്നേരം കറക്റ്റായിട്ട് രാവിലെ ടോയ്ലറ്റിൽ പോകുന്ന ഇറ്റ് ഇസ് സംതിങ് വിച്ച് യു ആർ കൺട്രോളിങ്. അതിൻ്റെ ഒരു സ്വഭാവത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര എളുപ്പമാകും, ഈ കോൺസ്റ്റിപ്പേഷൻ മാറും എന്നൊക്കെ കേട്ടു. വെള്ളം നന്നായിട്ട് കുടിക്കണം കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരു കാര്യം. 3 liters ഓഫ് വാട്ടർ കാര്യം ഇതിനകത്തുള്ള കണ്ടന്റ് കുറച്ച് വെറ്റാവാനായിട്ടാണ്. ഇതിനകത്ത് കൂടുതൽ നേരം ഇരിക്കുന്തോറും ഇത് ഡ്രൈ ആയി തുടങ്ങും. കാര്യം ഈ കുടൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം മുഴുവൻ വലിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് ഹാർഡായി തുടങ്ങും. ഹാർഡാവുന്നതോറും പോകാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നന്നായിട്ട് കണ്ടന്റ് അവിടെ വാട്ടർ കണ്ടന്റ് അവിടെ വേണം. കാര്യം ഈ നന്നായിട്ട് വെള്ളം കുടിച്ചാലേ ഇതിനകത്ത് വെള്ളം കയറുള്ളൂ. കാര്യം ആദ്യം പോകുന്ന വെള്ളമൊക്കെ ഇവിടെ വരും, പിന്നെ ഈ ചെറുകുടലിൽ വരും. ഇതൊക്കെ വലിച്ചെടുത്തിട്ടല്ലേ വൻകുടലിനൊരു അംശം വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ ആ നന്നായിട്ട് വാട്ടർ കണ്ടന്റ് നമ്മൾ ഡയറ്റിലുണ്ടെങ്കിലേ സ്റ്റൂള് വെറ്റാവുള്ളൂ. അപ്പോൾ വെറ്റായ സ്റ്റൂള് പോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ മരുന്നല്ലാതെ നമുക്ക് ഈ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ പറ്റും. കാര്യം ഫ്രൂട്ട്സിനകത്ത് ഒരുപാട് ഫൈബർ ഒക്കെ ഇല്ലേ. അപ്പോൾ നല്ലതാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കണം, ഇഷ്ടംപോലെ ഫൈബർ കഴിക്കണം. അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കോൺസ്റ്റിപ്പേഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഡൈജഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡൈജഷനുമായിട്ട് കോൺസ്റ്റിപ്പേഷന് ബന്ധം വരുന്നത് ഡയറിയൊക്കെ കൂടുതലും, rather than കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ടു മൂവ്മെൻറ്റാണ് കൂടുതലും, മോട്ടിലിറ്റിയാണ്. അതേസമയത്ത് ഡൈജഷൻ മര്യാദയ്ക്ക് നടക്കുന്നില്ലെങ്കിൽ വയറിളകി തുടങ്ങും. ഡൈജഷൻ എന്ന് പറയുന്നത് സ്റ്റൊമക്ക് തൊട്ട് മാത്രമല്ല, ഉമിനീര് തൊട്ട് തുടങ്ങുന്നതാണ്. ദ മൊമെന്റ് യു പുട്ട് ഫുഡ് ഇൻ യുവർ മൗത്ത് അന്നേരം തുടങ്ങും ഡൈജഷൻ. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി പോണ വഴിക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഡൈജസ്റ്റ് മര്യാദയ്ക്ക് ചെയ്യുന്നില്ലെങ്കിൽ വയറിളകവും വയറുവേദനയും അതിൻ്റെ ഭാഗം ഇപ്പോൾ ലൂസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കോൺസ്റ്റിപ്പേഷനേക്കാളും കൂടുതൽ ഡയറിയ ഉണ്ടാക്കുന്നത്. ഡോക്ടർ, അപ്പം നമ്മുടെ ഈ ആഹാര രീതിയില്ലേ, അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് അമിതമായി ചോറ് കഴിക്കണോ, അല്ലെങ്കിൽ ഈ ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി, അങ്ങനെ എന്തെങ്കിലും? ബാലൻസ്ഡ് ഡയറ്റ് ഏറ്റവും നല്ലത്. ഇറ്റ്സ് എ ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റിൽ ഇത്ര കാർബോഹൈഡ്രേറ്റ്, അതിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി ആയിട്ടോ ചോറായിട്ടോ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ 100% ഒരു ഫുഡിൻ്റെ പ്രോഡക്റ്റിൽ ഡിവൈഡ് ചെയ്തേക്കുന്നത് 40% കാർബോഹൈഡ്രേറ്റ്, 30% പ്രോട്ടീൻ, ഒരു 10% 15% ഫാറ്റ്, അങ്ങനെ ഒരു ഡിവിഷനാണല്ലോ. 4:3:2:1 പോലത്തെ ഒരു ഡിവിഷനാണ്. ഫൈബർ 1 അങ്ങനത്തെ ഒരു ഡിവിഷനാണ് പലപ്പോഴും വരിക. അപ്പോൾ ആ 40% കാർബോഹൈഡ്രേറ്റിൽ നിങ്ങൾ ചപ്പാത്തിയോ ചോറോ ഇഡ്ഡലിയോ ദോശ എന്തുവേണേലും ആക്കിക്കോളൂ. ആ 30% 40% പ്രോട്ടീനിൽ നിങ്ങൾ കുറച്ച് ചിക്കൻ, കുറച്ച് ഫിഷ്, കുറച്ച് ആ ഗ്രാം പ്രോട്ടീൻ ആവശ്യമുള്ളത്. ആ ഫൈബറും ഇപ്പോൾ വേണം. ഒരു 10% ഫൈബറും ആഡ് ചെയ്യാണ്. അതാണ് പച്ചക്കറി, സാലഡ്സ് എല്ലാം ആഡ് ചെയ്യുന്നത്, ഫ്രൂട്ട്സ്. അപ്പോൾ ബാലൻസ് ഡയറ്റാണ് വേണ്ടത്, അല്ലാതെ അമിതമായിട്ട് ഒരു കമ്പോണന്റ് കൂടുതലാക്കുക എന്നുള്ളതല്ല. ഈ നമ്മുടെ ആഹാര രീതിയിൽ ഈ എരിവിന് ഭയങ്കര സ്ഥാനമുണ്ട്. അതായത് പലർക്കും എരിവുള്ള ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മധുരം കഴിക്കാൻ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ സ്പൈസസ് ഒരുപാട് കഴിക്കാതിരിക്കുന്നത് എന്നാണ് നല്ലത്. കാര്യം സ്പൈസസ് എന്ന് പറയുന്ന കോണ്ടിമെന്റ്സ് എല്ലാം നമ്മുടെ ഏറ്റവും കൂടുതൽ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ആണല്ലോ. കോണ്ടിമെന്റ്സ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് മേക്കേഴ്സ് ആണെങ്കിലും അതെല്ലാം ആസിഡിക് മീഡിയമാണ്. എല്ലാം അതെ, ടാർട്ടാറിക് ആസിഡ്, സിട്രിക് ആസിഡ്, ഇതെല്ലാം ആസിഡിക് മീഡിയമാണ്. അപ്പോൾ ആ ആസിഡിക് മീഡിയം ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും എക്സസ് ആയി കഴിഞ്ഞാൽ. ഒരു പരിധി വരെയും ടേസ്റ്റ് മേക്കിംഗ് ആണെങ്കിലും കൂടുതലായിട്ട് വയറിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് സ്പൈസസ്. അതെല്ലാ സ്പൈസസിനും ആ പൊട്ടൻഷ്യൽ ഉണ്ട്. ചെറിയ തോതിലൊക്കെ ഉപയോഗിക്കാം, പക്ഷെ ഒരു എക്സസ് ആവാതിരുന്നാൽ മതി. കൂടുതൽ അച്ചാറ് തിന്നുന്നവർക്ക് നാച്ചുറലി അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ഒക്കെ വരും. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ പുറത്തുള്ള വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് ഡയറ്റിൽ അവർ സ്പ്രിങ്കിൾ ചെയ്യാറേ ഉള്ളൂ, കണ്ടല്ലേ. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരുപാട് സ്പൈസസ് ഒന്നും അവർ ഇടാറില്ല. അപ്പോൾ യൂസ് ഇൻ മോഡറേഷൻ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, അൾസർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സാധനമാണ്, വന്നു കഴിഞ്ഞാൽ മാറാൻ പാടാണ്, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഈ അൾസറിന്റെ കോൺസെപ്റ്റിൽ ഇപ്പോൾ പുതിയല്ല, മേ ബി അനദർ 10-15 years ആയിട്ടുള്ള ഒരു സാധനമാണ് എച്ച് പൈലോറി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ. ഈ സ്റ്റൊമക്കിന്റെ ലൈനിങ് ഇങ്ങനകത്ത് ചില സമയത്ത് ഈ ബാക്ടീരിയ കയറി കൂടും. 60% ഇന്ത്യൻസിലുണ്ടെന്നാണ് പറയണേ ഇപ്പോൾ. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്താൽ നമ്മളെല്ലാം ചിലപ്പോൾ കണ്ടെന്ന് വരും. ഈ എച്ച് പൈലോറി ബാക്ടീരിയ ഒരുപാട് പെരുകി കഴിഞ്ഞാൽ, കോളനൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് അൾസർ ഫോർമേഷന് ഒരു കാരണമാവും. അപ്പോൾ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടോ എന്ന് ഞങ്ങൾ എപ്പോഴും നോക്കാറുണ്ട്, എസ്പെഷ്യലി ആസിഡിറ്റി ഉള്ളവർക്ക്, എച്ച് പൈലോറി ഗ്യാസ് ഉള്ളവർക്കൊക്കെ. അതുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അതിനെ മാറ്റാൻ പറ്റും. അൾസർ കൂടുതലും ഇവിടെയാണ് വരിക, അന്നേരം ചെറുകുടലിൻ്റെ ആരംഭത്തിൽ. ഇവിടെയാണ് ഡുവോഡനൽ അൾസർ എന്ന് പറയുന്ന സാധനം വരുന്നത്.
അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എച്ച് പൈലോറിയുടെ ട്രീറ്റ്മെൻറ്റും കൂടെ കമ്പൈൻ ചെയ്താൽ കൊടുക്കാറില്ല. അൾസർ മാരകമാവുന്നത് അൾസർ പൊട്ടുവോ തുളഞ്ഞു വരുമോ അല്ലെങ്കിൽ ഈ ഭിത്തിയുടെ അകത്തേക്കൊക്കെ കയറിയിട്ട് ഒരു ഹോളൊക്കെ ഫോം ചെയ്തോ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അതൊക്കെ അപൂർവമാണ്. കാര്യം അതിന് മുമ്പേ നമ്മളിത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് എങ്ങനെയായിരിക്കും? ഈ സിംറ്റംസ് പറഞ്ഞാൽ മതിയോ അതോ? പൊതുവെ എൻഡോസ്കോപ്പിയാണ്. ബേസിക്കലി നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യും, ഹോർമോണൽ ടെസ്റ്റുകളെല്ലാം ചെയ്യും, എൻഡോസ്കോപ്പി നോക്കും, മലം പരിശോധിച്ച് നോക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ ഗ്യാസ് ഉള്ളവർക്കാണെങ്കിലും അസിഡിറ്റി ഉള്ളവർക്കാണെങ്കിലും കഴിക്കാവുന്ന ഭക്ഷണം ഏതാ? അതായത് ഈ പയറുവർഗ്ഗം കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവും, എരിവ് കഴിച്ചാൽ നമുക്ക് അസിഡിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? മോഡറേറ്റ് ആയിട്ട് പയർ കഴിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കിഴങ്ങുവർഗ്ഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാലോ വലിയ ഗ്യാസ് ഫോർമേഷൻ വരാറില്ല. നമ്മൾ കൂടുതൽ ഇപ്പോൾ 3 നേരം പരിപ്പ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും. ഇപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ ഒരു ഇതിൽ കുറച്ച് ചപ്പാത്തി കുറച്ച് പരിപ്പ് തീർന്നു, നമ്മുടെ അന്നത്തെ ആ ഡയറ്റ് കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്കപ്പോൾ നമ്മൾ മിക്സപ്പ് ചെയ്ത് വേറെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയറ്റിലേക്ക് മാറിയാൽ കുഴപ്പമില്ല. ഒരു സ്റ്റേപ്പിൾ ഡയറ്റായിട്ട് മാറുമ്പോൾ പല സമയത്തും ഇതൊരു ഗ്യാസ് ഫോർമേഷൻ ആവുന്നത് കണ്ടന്റും കൂടിയാണ്, അതിൻ്റെ അളവും കൂടിയാണ്. പയറ് പ്രോട്ടീനായിട്ട് ഏറ്റവും കൂടുതൽ പയർ മുളപ്പിച്ച് കഴിക്കുന്ന സലാഡ്സ് ആയിട്ട് കഴിക്കുന്നവരുണ്ട്. പയറിൻ്റേതായിട്ടുള്ള പല പ്രോഡക്റ്റുകളും നമ്മൾ പലഹാരം മുതൽ എല്ലാം ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ഒക്കെ മോഡറേഷനിൽ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. സ്പൈസസും അതുപോലെ തന്നെയാണ്. പക്ഷെ ചോറ്, സീരിയൽസ് എല്ലാം, ഓട്സ്, റാഗി, ഇതൊന്നും പ്രോബ്ലം ഉണ്ടാക്കാറില്ല പൊതുവെ. അപ്പോൾ അതെല്ലാം യു ക്യാൻ ഇൻക്ലൂഡ് ഇൻ യുവർ ഡയറ്റ്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഒരു അനുപാതമാണ് ഇമ്പോർട്ടൻറ്റ്, റേഷ്യോ ആണ് ഇമ്പോർട്ടൻറ്റ്. റാദർ ദാൻ വൺ സ്പെസിഫിക് ഫുഡ് കുറേ ഹീപ്പ് ചെയ്ത് കഴിക്കുക. അതിനേക്കാളും റേഷ്യോ വെച്ചിട്ട് കഴിച്ചു തുടങ്ങിക്കോ, നത്തിങ് വിൽ ഹാപ്പൻ. വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. എക്സസൈസ് ഒരു വലിയ ഘടകമാട്ടോ, അത് ഞാൻ പറയാനും വിട്ടു. കാര്യം നമ്മൾ ഈ ഗ്യാസ് ഫോർമേഷൻ പറയുന്ന ആൾക്കാർക്ക് എക്സസൈസ് നല്ലൊരു ഘടകമാണ്. കാര്യം ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ബ്ലോട്ടിങ് കുറയും, സ്ട്രെസ്സ് കുറേ റിലീവ്ഡ് ആവും, ടെൻഷൻസ് കുറച്ച് കുറയും, ഇൻറ്റസ്റ്റൈൻ്റെ ഡൈജഷൻ പ്രോസസ്സ് കുറേ കൂടെ സ്മൂത്തർ ആകും. അപ്പോൾ എക്സസൈസ് യു ക്യാൻ ആഡ് ടു എനിത്തിങ്. എക്സസൈസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണോ അതോ കാർഡിയക് വർക്കൗട്ട്, നടപ്പ്, സ്വിമ്മിങ്, ഗെയിംസ്, എന്തുകൊണ്ടായാലും സംതിങ് വിച്ച് സ്വെറ്റ്സ് യു ഔട്ട് ഫോർ ഹാഫ് ആൻ അവർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.